നാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരു വചനം ചിന്തയ്ക്ക് നമുക്ക് നോക്കാം. എനിക്ക് ഇന്ന് കിട്ടിയപ്പോൾ ഒരു 2 വചനം കിട്ടി. അപ്പോൾ അത് സംസാരിക്കാം. ആ വചനം ഇങ്ങനെയാണ്: സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 1:10. നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്തീയ സഭയിൽ വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ക്രിസ്തീയ വിശ്വാസികളായ വ്യക്തികളാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നാണ്. പല അഭിപ്രായമല്ല വേണ്ടത്, നമ്മൾ ഒന്നായിട്ടിരിക്കണം. നമ്മുടെ ഇടയിൽ ഭിന്നത എന്നത് പാടില്ല എന്ന് പറയുന്നുണ്ട്. ഭിന്നത വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന് ക്ഷതം സംഭവിക്കുകയും നമ്മുടെ സഭ തന്നെ ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്യും. അതാണ് ഇങ്ങോട്ട് പറയുന്നുണ്ട്: സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും. അതായത് നമ്മളെല്ലാവരും ഒന്നാണ് സംസാരിക്കുന്നത്. കാരണം പല അഭിപ്രായം വന്നാൽ പല വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാവും നിങ്ങളുടെ ഇടയിൽ. അതായത് ഇവിടെ പറയുന്നുണ്ട്, വിശ്വാസികളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കണം. അതായത് എല്ലാത്തിലും പല അഭിപ്രായമല്ല, ഒരു അഭിപ്രായം പറയുമ്പോൾ അത് യോജിച്ചിരിക്കാനുള്ള മനസ്സും കൂടെ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. ഇന്ന് ഈ വചനം എത്ര സഭകൾ, എത്ര ആളുകൾ ഈ വചനം ശരിക്കും കൈക്കൊള്ളുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിരിക്കും. യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലിയാണ് ഈ വചനം നമ്മളോട് പറയുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വചനം കൂടെ നമുക്ക് നോക്കാം: തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിവരോട് ചേർന്ന് കൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. റോമർ 12:16 നമ്മളോട് പറയുന്നുണ്ട്. ആദ്യത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഒന്നായിരിക്കണം, പല അഭിപ്രായങ്ങൾ പാടില്ല, ഭിന്നത പാടില്ല. രണ്ടാമത്തെ വചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, ഐക്യമത്യമുള്ളവരായിരിക്കണം, വലിപ്പം ഭാവിക്കാതെ എളിവരോട് ചേർന്ന് കൊള്ളുവാൻ എന്ന് പറയുന്നുണ്ട്. സഭയിൽ പൈസ ഉള്ളവരുണ്ടാവും, കാശില്ലാത്തവരുണ്ടാവും, പാവപ്പെട്ടവരുണ്ടാവും. നമ്മൾ പൈസ ഉള്ളവരും നല്ല വലിയ വലിപ്പമുള്ള ആളുകളോട് വല്ല ചേരേണ്ടത് എളിയവരോട് ചേർന്നാൽ മാത്രമേ സഭയിൽ ഒരു കെട്ടർപ്പ് ഉണ്ടാവുകയുള്ളൂ. അതാണ് പറയുന്നുണ്ട്, ഐക്യമത്യം, എല്ലാത്തിലും ഒന്നായിരിക്കണം, വലിപ്പം ഭാവിക്കാൻ. ഞാൻ വലിയവൻ എനിക്ക് എന്നെക്കാളും ഉയർന്നവനോട് കൂടാൻ പാടില്ല എന്നുള്ള ഭാവം നമ്മൾ വെടിയണം. എളിയവരോട് നാം ചേരേണ്ടത്. ഞാൻ വലിയ ബുദ്ധിമാനാണ്, ഞാൻ വലിപ്പം ഉള്ളവനാണ്, ഇതൊന്നും നമ്മളൊന്നും സഭയിൽ പറയാൻ പാടില്ല എന്ന് ഈ വചനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഒരു വചനം കൂടെ ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്: സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ച് കൊള്ളുവിൻ, ഏക മനസ്സായുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ, എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടി ഇരിപ്പിൻ. അതായത് നമ്മളോട് പറയുന്നുണ്ട്, ഈ കൊരിന്ത്യർ 2 അധ്യായം 13:11 പറയുന്നുണ്ട്, സഹോദരന്മാരെ എന്നാണ് നമ്മൾ വിളിക്കുന്നുണ്ട്. നമ്മൾ യഥാസ്ഥാനപ്പെടുവാൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറയുന്നുണ്ട്. ഏക മനസ്സുള്ളവരാകുവിൻ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ പല മനസ്സല്ല വേണ്ടത്, ഏക മനസ്സുള്ളവരാൻ. ആശ്വസിച്ച് കൊള്ളുവിൻ നമ്മളോട് പറയുന്നുണ്ട്, ഏക മനസ്സുള്ളവരാകുവിൻ എന്ന് നമ്മളോട് പറയുന്നുണ്ട്. സമാധാനത്തോടെ ഇരിപ്പാൻ നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ ആ സമാധാനത്തിൻ്റെ ഉള്ളിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. ദൈവത്തിൻ്റെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ദൈവം സ്നേഹമാണ്, ദൈവം സമാധാനമാണ്. നമ്മൾ സ്നേഹത്തോടെ ഇരിക്കണം, ഒന്ന് തന്നെ ഇരിക്കണം, ഭിന്നത ഭാവിക്കരുത്, യോജിച്ചിരിക്കണം, വലിപ്പ ചെറുപ്പം ഭാവിക്കരുത്. ഇതെല്ലാം സഭയിൽ നമ്മൾ പാലിക്കേണ്ട വചനങ്ങളാണ്, പ്രമാണങ്ങളാണ് ദൈവനാമത്തിൽ. എന്നാൽ മാത്രമേ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നമ്മളോട് കൂടി ഇരിക്കുകയുള്ളൂ എന്ന് നമ്മളോട് ഈ വചനം പറയുന്നുണ്ട്. ആമേൻ.